പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കളെ ക്രൂരമായി ഉപദ്രവിച്ചതിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. പരാതിക്കാർ അടുത്ത ബന്ധുക്കളെന്ന റിപ്പോർട്ടിൽ ഇരുവരും രശ്മിയുമായി ചാറ്റ് ചെയ്തിരുന്നു. ഇക്കാര്യം രശ്മിയുടെ ഭർത്താവ് ജയേഷ് മനസ്സിലാക്കി. തുടർന്ന് സൗഹൃദപരമായി യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് മർദ്ദിച്ചത്. യുവാക്കളുടെ പണവും ഫോണും പ്രതികൾ തട്ടിയെടുത്തു. ജയേഷിന്റെ കൈവശമുള്ള കൂടുതൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചു. ലിജോയുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതൊരു ഹണി ട്രാപ്പ് ആണ് എന്ന് തന്നെ പറയുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇതിനകത്ത് ഇവർ അടുത്ത ബന്ധുക്കളാണെന്ന് പറയുന്നു. ഇപ്പോഴും ഒരു സംശയം ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്താണ് ശരിക്കും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്? ഈ പ്രതികളുടെ റിമാൻഡ് അതായത് രണ്ട് സംഭവങ്ങളാണ് ഈ യുവാക്കളുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ഒന്ന് സെപ്റ്റംബർ 1-ാം തീയതിയും മറ്റൊന്ന് സെപ്റ്റംബർ 5-ാം തീയതിയും. സെപ്റ്റംബർ 5-ാം തീയതി നടന്നിരിക്കുന്നത് റാന്നി സ്വദേശിയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ആ സംഭവത്തിലെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1-ാം തീയതി നടന്നത് ആലപ്പുഴ സ്വദേശി. ഇവർ സുഹൃത്തുക്കളായിരുന്നു. ഏതോ വഴിക്ക് രശ്മിയുമായി ഇവർ പരിചയപ്പെടുകയും തുടർന്ന് അവരുമായി ചാറ്റ് തുടരുന്നുണ്ടായിരുന്നു. ഈ ചാറ്റ് ചെയ്യുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ രശ്മിയുടെ ഭർത്താവ് ഒരു ദിവസം കണ്ടുപിടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഒരു സൗഹൃദം പോലെ കാണിച്ചുകൊണ്ട് ഈ രണ്ടുപേരെയും രണ്ട് ദിവസങ്ങളിലായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു. ഭീഷണിയും ക്രൂരമായ മർദ്ദനവും അവർക്ക് ഏൽക്കേണ്ടി വന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ കൈകൾ ബന്ധിച്ച് കെട്ടിയിട്ട് അവർക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നു. മാത്രമല്ല അവരുടെ ജനനേന്ദ്രിയങ്ങളിൽ ഈ സ്റ്റാപ്ലർ പിൻ ഉൾപ്പെടെ അടിച്ചിറക്കുന്ന രീതിയിൽ ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നു. ഇവരുടെ കൈവശമുണ്ടായിരുന്ന പണവും മറ്റു സാധനങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും ഉൾപ്പെടെ ഇരുവരും ചേർന്ന് ദമ്പതികൾ ചേർന്ന് അപഹരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. ഇതിലേക്ക് നയിച്ചിരിക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവർ ബന്ധമുണ്ടായത് അതിന് പിന്നാലെ രണ്ടുപേരും കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ആയിരുന്നു ഈ ആക്രമണം നടത്തിയത്. പ്രധാന പറഞ്ഞിരിക്കുന്ന ഈ വകുപ്പുകൾ എന്ന് പറയുന്നത് കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഈ മർദ്ദനം ഉൾപ്പെടെ നടത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആറന്മുള സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം രശ്മിയുടെ ഭർത്താവായ ജയേഷിന്റെ കയ്യിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പൂർണ്ണമായും പോലീസിന് അത് ലഭിച്ചിട്ടില്ല. ആ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നുണ്ട് മൊബൈലിൽ നിന്നും. പക്ഷേ അത് ഒരു പ്രത്യേക ഫോൾഡറിലാക്കി പാസ്വേഡ് അടിച്ചാണ് ഇട്ടേക്കുന്നത്. ആ പാസ്വേഡ് തെറ്റിച്ചാണ് ജയേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയോ തവണ അത് തെറ്റായ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഉൾപ്പെടെ അപ്രത്യക്ഷം, അതായത് ഡിലീറ്റായി പോകുന്ന തരത്തിലാണ് എന്നുള്ളതാണ് സൈബർ സെൽ വിദഗ്ധർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്ത്, അതായത് കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അക്കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും യുവാക്കൾ ഇരുവരും പരാതിയുമായി സമീപിച്ചതോടെയാണ് ഈ വിവരങ്ങൾ നൽകി. ആദ്യഘട്ടത്തിൽ അതായത് ഇവർക്ക് ഈ ആക്രമണത്തിന് ശേഷം ആകെ അവശ നിലയിലായ ഒരു വഴിയിലായിരുന്നു ഉപേക്ഷിച്ചത്. അവിടെ നിന്നും ആശുപത്രിയിലെത്തി. ആശുപത്രിയിൽ വിവരങ്ങൾ പറഞ്ഞതോടുകൂടിയാണ് തുടർന്ന് അത് പോലീസിലും പിന്നീട് പരാതിയായി വരികയും ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടെയാണ് പത്തനംതിട്ട നടന്ന ഈ ക്രൂരമായ ഉപദ്രവങ്ങളുടെ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, ലിജോയാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും.